എൻ്റെ പേര് എനാൻ തോമസ്. ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി വവ്വക്കാവിൽ നിന്ന് വരുന്നു. ഞാൻ കുറ്റമ്പള്ളി മാറിലെ ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ കൂടി നടക്കുകയാണ്. ഞാനിവിടെ എനിക്കൊരു ജോലി ലഭിച്ച സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി ഇവിടെ നിൽക്കുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ 28 വർഷം ആർമിയിൽ ജോലി ചെയ്ത റിട്ടയർഡായി. 2024 ഡിസംബർ 1 നവംബർക്കും ഞാൻ റിട്ടയർഡായി. അതിനുശേഷം ഏകദേശം 14 മാസം ഞാൻ ജോലിയില്ലാതെ നിന്നു. അപ്പോൾ അതിൽ 6 മാസം വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. പിന്നെ 8 മാസക്കാലം ഞാൻ കോട്ടയം സയൻസ് സിറ്റി അവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി നോക്കുകയും ചെയ്തു. ഞാൻ പട്ടാളത്തിൽ നിന്ന് ഓർഡിനറി സുബേദാർ മേജറായിട്ട് റിട്ടയർഡായ ആളാണ്. അപ്പോൾ ജോലിക്ക് അന്വേഷിച്ചിട്ട് നാട്ടിൽ ജോലിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കോട്ടയത്ത് സയൻസ് സിറ്റിയിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ലഭിച്ചു. അങ്ങനെ അവിടെ 8 മാസക്കാലം ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 21/12/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ അന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു ശ്വാസകോശത്തിൽ ചെറിയൊരു മുഴ പോലെ ഉണ്ടായി. അങ്ങനെ അമ്മയായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ ആ രോഗം പൂർണ്ണമായും സൗഖ്യമായതിനെ തുടർന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. അന്ന് മുതൽ ഞാൻ ഉടമ്പടിയിലാണ്. അപ്പോൾ എല്ലാ മാസവും ഞാനിവിടെ വരും. എന്ന് ലീവിന് വന്നാലും ഇവിടെ വരും. പോകുന്ന സമയത്ത് കൃപാസനം പത്രം വാങ്ങിക്കൊണ്ട് പോവുകയും എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കെല്ലാം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ റിട്ടയർഡായതിനു ശേഷം എല്ലാ മാസവും ഇവിടെ വരും. ഇവിടുന്ന് പത്രം വാങ്ങും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഓട്ടോ സ്റ്റാൻഡിലും ട്രെയിനിലും എല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാ മാസവും ഞാനിവിടെ വരുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ മറ്റ് ജോലിയൊന്നും ലഭിക്കാത്തത് കൊണ്ട് ഞാൻ പുറത്തേക്ക് ലക്സംബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് എൻ്റെ കൂടെ റെജിമെൻറ്റിൽ ജോലി ചെയ്തൊരു കൂട്ടുകാരനുകൊണ്ട് കൂടെ ഞാൻ ശ്രമിച്ചു. അപ്പോൾ പക്ഷേ അത് നടന്നില്ല. ഞാൻ ഏകദേശം 12 മാസം, 1 വർഷത്തോളം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. 4 വട്ടം അച്ഛനെ കണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ബൈബിളിൽ പറയുന്നത് പോലെ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിനുള്ള പദ്ധതിയില്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് പറയുന്നത് പോലെ എനിക്ക് ദൈവം ഇങ്ങനെ ഒരു ജോലിയാണ് കണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും ലക്സംബർഗിലെ വിസയുടെ കാര്യം നടന്നില്ല. പക്ഷേ എനിക്ക് DSCയിൽ ഒരു ജോലി ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതെങ്ങനെ ലഭിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഫെബ്രുവരി ഒരു വാട്സാപ്പിലൊരു മെസ്സേജ് കണ്ടാണ് ഇതിനു വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ ഡിസംബർ 2025 5-ാം തീയതി ഞാൻ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിൽ പോവുകയും അവിടെ ആദ്യം മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകണമായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഞാൻ ഉടമ്പടി വസ്തുക്കളുമായിട്ടായിരുന്നു പോയിരുന്നത്. ഉപ്പും ഉടമ്പടി തൈലമെല്ലാം ഞാൻ കൂടെ കൊണ്ടുപോയിരുന്നു. അതെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ പുറത്ത് എനിക്ക് മെഡിക്കൽ ഞാൻ പാസ്സാവുകയും അതിനുശേഷം ജനുവരി മാസം 5-ാം തീയതി 6-7 തീയതികളിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ, റിട്ടേൺ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ടെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം 2 വേക്കൻസിയാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. ഞങ്ങൾ ഏകദേശം 16 പേരുണ്ടായിരുന്നു. അപ്പം എല്ലാവരും എന്നെക്കാളിലും ക്വാളിഫൈഡ് ആയിരുന്നു അവിടെ. ഞാനായിരുന്നു ഏറ്റവും പുറകിൽ. അപ്പോൾ എനിക്കൊരു യാതൊരു വിധമായ പ്രതീക്ഷയില്ലായിരുന്നു. എങ്കിലും മാതാവിൽ ശരണം പ്രാപിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പൂർണ്ണമായും മാതാവിൽ സമർപ്പിച്ച് ഞാൻ അവിടുന്ന് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വരികയും ചെയ്തു. പിന്നെ ഞാൻ റെയിൽവേയിൽ ഗേറ്റ് കീപ്പറിൻ്റെ ഒരു വേക്കൻസി വന്നു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ശ്രമിച്ച് അവിടെ പോയി. അപ്പോൾ അവിടെ എനിക്ക് ജോലി കിട്ടി. അതിൻ്റെ ട്രെയിനിങ് 2 ആഴ്ചക്കാലം ഞാൻ കൊല്ലത്ത് ചെയ്തു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ കോളിംഗ് ലെറ്റർ വരുന്നത്. അന്നേരമാണ് ഞാൻ അറിയണത് ഈ 2 വേക്കൻസി ഏകദേശം 11 വേക്കൻസിയായിട്ട് അമ്മ കൂട്ടുകയും അതിൽ എൻ്റെ ലിസ്റ്റ് വരികയും ചെയ്തു. ഇത് എൻ്റെ ഒരു കഴിവുകൊണ്ടല്ല, അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിൽ കരുതുന്നത് യൂണിഫോം ഇട്ട് വന്നിരുന്ന അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയണമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. കാര്യം ഒരു മർച്ചൻ്റ് നേവി ജോലി കിട്ടിയ ഒരു പെൺകുട്ടി ഇവിടെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കണ്ടിരുന്നു.
പക്ഷേ ഞങ്ങൾക്ക് ആർമിയിൽ അത് സാധ്യമല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ എന്ന് റിട്ടയർഡ് ആവുന്നോ അന്ന് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ യൂണിഫോം അഴിച്ച് വയ്ക്കുകയുള്ളെന്ന് ഞാൻ മാതാവിൽ ശരണപ്പെടുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞിരുന്നാലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. ഞാനിവിടെ പോകുന്ന എല്ലാ മാസവും ഇവിടെ വരും. ഞാൻ അമ്മയടുത്ത് വരും, പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് അവിടെ നാട്ടിലും എൻ്റെ കൂട്ടുകാർക്കും കൊടുക്കും. തമിഴ്, ഹിന്ദി, മലയാളം കന്നഡ, ഇത് ഈ 4 ഭാഷയാണ് പത്രം ഞാൻ വാങ്ങിക്കൊണ്ട് പോകാറുള്ളത്. അതുപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് ഞാൻ എല്ലാ ദിവസവും കൂടും. അതെൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. ധ്യാനത്തിൽ എല്ലാ ആഴ്ചയിലും സംബന്ധിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ജോലി ലഭിച്ചിട്ട് ഇപ്പം 6 മാസം കഴിഞ്ഞു. ഞാൻ ലേ ലഡാക്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. മാതാവിൻ്റെ അനുഗ്രഹവും ഈശോയുടെ അനുഗ്രഹവും കൊണ്ട് എനിക്ക് എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാനുള്ള ഭാഗ്യം അവിടെയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാരുണ്യപ്രവർത്തികൾ ഞാൻ ആർമിയിലായതുകൊണ്ട് ഞാൻ വരുമ്പോഴവിടുന്ന് എന്നെ കൊണ്ടുവന്ന സാമ്പത്തിക സഹായം ഞാൻ ആ വിധവകളായ സ്ത്രീകൾ, രോഗികൾക്കൊക്കെ ചെയ്യാറുണ്ട്. ബാക്കി മറ്റ് പ്രേക്ഷിത പ്രവർത്തനം, പത്രപ്രവർത്തനമാണ് ഞാൻ ചെയ്യാറുള്ളത്. ബാക്കിയൊന്നും ചെയ്യാൻ എനിക്ക് സാഹചര്യം അനുവദിക്കുന്നില്ല. ബാക്കി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഡെയിലി ദിവസവും ബൈബിള് വായിക്കാനും ജപമാല ചൊല്ലാനും ഒക്കെ ഉള്ള ഒരു ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടായി. കൂടുതൽ ദൈവത്തോട് അടുക്കാനായിട്ട് സാധിച്ചു. എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ ജപമാല ചൊല്ലാറുണ്ട്. കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞാൻ വീട്ടിലുള്ളപ്പം കുടുംബ പ്രാർത്ഥന നിർബന്ധമായും കുടുംബ പ്രാർത്ഥനയുണ്ട്. ബാക്കി ബൈബിൾ ദിവസവും അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് രാവിലെ കൂടും, ഷെയർ ചെയ്യും. അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും, അതും ഷെയർ ചെയ്യാറുണ്ട്. ബാക്കി എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്ക് ഞാൻ പത്രം കൊടുക്കുകയും അതിന് പ്രകാരം എൻ്റെ ഒരു സുഹൃത്തിന് 12 വർഷമായിട്ട് 2ാമത് കുഞ്ഞുണ്ടാകാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിക്കുകയുണ്ടായി. അതുകൂടാതെ എൻ്റെ കൂട്ടുകാരനെ പെൻഷനായതിനു ശേഷം എന്നെപ്പോലെ ജോലി ലഭിക്കാതിരുന്ന ആൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ഈശോയ്ക്കും ദൈവമാതാവിനും ഞാൻ കോടാനുകോടി നന്മ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റമെന്ന് പറയണത് കൂടുതൽ ദൈവത്തോട് അടുക്കാനും പ്രാർത്ഥിക്കാനും എന്തെല്ലാം കാര്യങ്ങളിലും കർത്താവിൽ ശരണപ്പെടാനുമായിട്ടുള്ള ഒരു കൃപ ലഭിച്ചു. മറ്റുള്ളവരോട് ക്ഷമിക്കാനും ശാന്തതയോടെ പെരുമാറാനും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റേത്. അതൊക്കെ മാറി. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഇത്രയും അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു, വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 22-ാം വചനമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു ചെറിയ തുള്ളി, ഒരു മഴത്തുള്ളി പോലെയല്ല, നദി പോലെ സമൃദ്ധമായി ഒഴുകുന്ന കൃപയാണ്. ഉടമ്പടിയിലൂടെ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് തൻ്റെ സമയത്ത് ആവശ്യമായ കൃപയും ശക്തിയും അനുഗ്രഹവും നൽകുന്നതായിട്ടാണ് നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൈനാൻ തോമസ് എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ 28 വർഷത്തോളം ആർമിയിൽ ജോലി ചെയ്തിരുന്ന ഈ മകന് 2021 മുതൽ കൃപാസനം മരിയൻ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു സഹോദരനാണ്. ആർമിയിലായിരുന്നപ്പോഴും സമയമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും നോക്കിയില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് ഉടമ്പടിയോട് ചേർന്ന് നിന്ന് പോകുന്ന ഒരു സഹോദരനാണ്. ആദ്യത്തെ സാക്ഷ്യത്തിൽ സ്വന്തം അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യത്തെപ്പറ്റി സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. അന്നു മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന, നിലനിന്ന് പോകുന്ന ഒരു മകനാണ്. പിന്നീട് 2024 1-ാം തീയതി നവംബറിലാണ് ഓണറി സുബേദാർ മേജറായിട്ട് റിട്ടയർ ചെയ്യുന്നത്. ആർമിയിൽ നിന്ന് റിട്ടയറായ ഈ സഹോദരന് പിന്നീട് 6 മാസത്തോളം വീട്ടിൽ നിന്ന് ഉടമ്പടിയിൽ പിന്തുടർന്നുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പല ജോലികൾക്കുമായി അപ്ലിക്കേഷൻ കൊടുത്തു. പിന്നീട് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്തു. പിന്നീട് പരിശുദ്ധ അമ്മയോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ബഹുമാനപ്പെട്ട ജോസഫോസിനെ കണ്ട് കൈവപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും DSCയിൽ, അതായത് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിലേക്ക് ഈ മകന് ഒരു പുതിയ നിയമനം നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്.
അവിടെ പോയപ്പോഴും മെറിറ്റുള്ള പല വ്യക്തികളും ഉണ്ടായിരുന്നു. 16 വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെ വേക്കൻസി കൂട്ടി 11 വേക്കൻസി ആക്കിയിട്ട് 2 വേക്കൻസി ഉണ്ടായിരുന്നിടത്ത് 11 വേക്കൻസി ആക്കി അമ്മ ഈ മകന് നല്ലൊരു ചാൻസ് നൽകിയായിരുന്നു. ഈ മകൻ പറയുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവം ഒരുക്കി തന്നതാണ്, അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് DSCയിൽ ഇന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നാണ്. പിന്നീട് ഈ മകൻ പറയുന്നത് ഉടമ്പടിയിലായിരിക്കെ മെഡിക്കലിനും ഇൻ്റർവ്യൂവിനും ഒക്കെ പോകുമ്പോൾ പരിശുദ്ധ കാശുരൂപം, അതായത് ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും ഒക്കെ തൈലവും ഒക്കെ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഇൻ്റർവ്യൂവിന് പോയത്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എല്ലാം നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടത്തി തന്നതെന്നാണ്. അത് എല്ലാത്തിനും ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ച ഈ അനുഗ്രഹത്തിനാണ് ഈ മകൻ ഇന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ആർമിയിലായിരിക്കെ മറ്റ് സംസ്ഥാനമാണ്, അവിടെ പോയി പല ലാംഗ്വേജിലുള്ള, അതായത് ഹിന്ദി, തമിഴ്, കന്നഡ പേപ്പേഴ്സ് വാങ്ങിച്ചുകൊണ്ട് കൃപാസനം പത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും കൂടെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈ മകൻ ശ്രമിക്കുന്നു. മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും 12 വർഷം കുഞ്ഞിലായിരുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ നാം കാണുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു തരുന്ന അനുഗ്രഹം നദി എന്ന പോലെ ഒഴുക്കി കൊടുക്കുന്ന ഒരു ഈശോയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ച് ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയുടെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഈശോയുടെ അനുഗ്രഹം നദിയെന്ന പോലെ നമ്മുടെ ജീവിതത്തിലേക്കും ഒഴുകി വരുന്നത്. എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് പറയാൻ കഴിയുമ്പോഴും വിശ്വസ്തമായ ഉടമ്പടി ജീവിതം നയിക്കാൻ ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമ്മുടെ കഴിവിലല്ല ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. 9 പിയൂസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, ജപമാല അർപ്പിക്കുന്ന ഒരു സൈന്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ലോകത്തെ മുഴുവൻ ഞാൻ കീഴടക്കുമായിരുന്നു എന്നാണ്. ജപമാല ചൊല്ലി ഉടമ്പടി ജീവിതം നയിക്കുന്ന ഉടമ്പടി മക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം നോക്കിക്കൊണ്ട് നമ്മെ കരം പിടിച്ച് നടത്തുന്ന കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ കരം പിടിച്ച് തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. നൈനാൻ തോമസിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും നൽകിയ അനുഗ്രഹമായ ജോലിക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.